ആയിട്ട് നമ്മളുടെ സമൂഹത്തിൽ എസ്പെഷ്യലി ടീനേജേഴ്സ് ഒരുപാട് ടീനേജേഴ്സ് കൗമാരപ്രായക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് കൊലപാതകങ്ങൾ നമ്മളിപ്പോൾ തുടരെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കേൾക്കുമ്പോൾ ഓക്കെ, ദൂരെ എവിടെയോ ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം എന്നതാണ് തോന്നുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ബേസിക്കലി എന്താണ്, അനിമലായിരുന്നു അല്ലേ? കാട്ടിൽ വേട്ടയാടിയും നായാടിയും ഒക്കെ മൃഗങ്ങളെയും കൊന്ന് ജീവിച്ച ഒരു കാലഘട്ടം നമ്മളിലുണ്ടായിരുന്നു. അതിനുശേഷം പുരോഗമിച്ചു, പല കണ്ടുപിടുത്തങ്ങൾ നടത്തി, അവസാനം ഇന്ന് നമ്മൾ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു കൾച്ചറായിട്ടുള്ള നമ്മളുടെ അനിമൽ നേച്ചർ ഒളിപ്പിച്ച് വെക്കുന്ന മനുഷ്യരായിട്ട് മാറി. പക്ഷെ എവിടെയോ ഒരു ഉള്ളിൽ ഇവ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇവയൊക്കെ നമ്മളുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളിൽ വന്നിട്ടുള്ള ബിലീഫ് സിസ്റ്റങ്ങൾ, വിശ്വാസങ്ങൾ, നമ്മളുടെ പുരോഗമനം എന്നിവയാണ് സപ്രസ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും മനുഷ്യൻ മൃഗങ്ങളായിട്ട് മാറുകയാണ്. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഒന്നൊരു ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ചൈൽഡ്ഹുഡ് ട്രോമ സ്പെഷ്യലിസ്റ്റാണ്. വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ മാനസിക തലത്തിലേക്ക് കടന്നു വരുന്നുള്ള പ്രോഗ്രാമിങ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വയലൻസിനെ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കലയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന്. ആദിമകാലത്ത് ഗുഹകളിൽ ചിത്രങ്ങൾ വരച്ചും പിന്നെ തീക്കു ചുറ്റും ഡാൻസ് ചെയ്തിട്ടും മനുഷ്യൻ കലയെ ആസ്വദിച്ചിരുന്നു. പിന്നെ അത് പുരോഗമിച്ച് ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും സോഷ്യൽ മീഡിയ ആയി, മൂവീസായി. മൂവികളെ കണക്ക് സിനിമകളോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ, സെലിബ്രിറ്റികളെ കണക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു കലാരൂപം വേറെയില്ല. സോ ഇന്ന് മൂവീസിൽ കൂടെ ഒരുപാട് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഹിന്ദിയിൽ ഇറങ്ങിയ അനിമൽ എന്ന മൂവി, മലയാളത്തിൽ ഇറങ്ങിയ മാർക്കോ എന്ന മൂവി. ഈ സിനിമയൊക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ വയലൻസ് വരുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ത് മെസ്സേജസ് ആണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന കുട്ടികൾ മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ. സോ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം. കാര്യം ഞാൻ ഇങ്ങനെ ഉള്ള കണ്ടന്റ്, വയലൻസ് കണ്ടന്റിൽ വയലൻസ് ആയിട്ട് അൺകൺട്രോളബിൾ തോട്ട്സും ചിന്തകളും മാത്രം വന്ന് സ്വയം കൺട്രോൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് എൻ്റെ കൗൺസിലിംഗ് മേഖലയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇതിൽ ഈ തിക്താനുഭവങ്ങൾ, ഈ കുട്ടികൾ ഇങ്ങനെയായി തീരുമ്പോൾ ഇതിൻ്റെ വേദന അനുഭവിക്കുന്നത് വെറും സാധാരണക്കാരായ മാതാപിതാക്കൾ തന്നെയാണ്. സോ എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നാലേ ഈ സമൂഹത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരു മിന്നാമിന്നിങ്ങിൻ്റെ നരങ്ങ് വെട്ടം കണക്ക്, ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് എ ചേഞ്ച്, ബി എ ചേഞ്ച്.